എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ ആദ്യം അതേപോലെ തന്നെ കേരളത്തിലെ ആദ്യം ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റ്സുകളാണ്. അപ്പൊ നമുക്ക് ആദ്യം ഇന്ത്യയിലെ ആദ്യം വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ത്യയുടെ ആദ്യത്തെ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് ചോദിക്കുകയാണെങ്കിൽ ഈ സ്വർണ. ഓക്കെ, ഇന്ത്യയുടെ ആദ്യത്തെ കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡാണ് ഈ സ്വർണ കേട്ടോ. അപ്പൊ നമുക്ക് ക്രെഡിറ്റ് കാർഡും സ്വർണവുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം അല്ലെ. ക്രെഡിറ്റ് കാർഡ്, കോർപ്പറേറ്റ് ക്രെഡിറ്റ് കാർഡ് ചോദിക്കുകയാണെങ്കിൽ ഈ സ്വർണ. യൂണിഫോം സിവിൽ കോഡ് പാസാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ഉത്തരാഖണ്ഡ് ആണ്. ഓക്കെ, അപ്പൊ യൂണിഫോം സിവിൽ കോഡ് പാസാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ്. ജസ്റ്റ് ഓർക്കാൻ വേണമെങ്കിൽ നമുക്ക് നമ്മൾ ഈ യൂണിഫോം ഇടുന്ന സമയം നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആയിരിക്കും നമ്മൾ പലപ്പോഴും ഉത്തരങ്ങളൊക്കെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാം അല്ലെ. അപ്പൊ യൂണിഫോം ഉത്തരവുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. യൂണിഫോം സിവിൽ കോഡ് പാസാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള കേബിൾ സ്റ്റേ പാലം ഏതാണ്? സുദർശൻ സേതു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള കേബിൾ സ്റ്റേ പാലം ഏതാണ്? സുദർശൻ സേതു. ദ്വാരകയിലാണ്, ഗുജറാത്തിൽ കേട്ടോ. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള കേബിൾ സ്റ്റേ പാലം ഏതാണ്? സുദർശൻ സേതു ആണ്, ദ്വാരക, ഗുജറാത്ത്. ഇനി ലോകത്തിലെ ആദ്യ വേദഘടികാരം വേദിക് ക്ലോക്ക് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മധ്യപ്രദേശിലാണ് കേട്ടോ. വേദിക് ക്ലോക്ക് ചോദിക്കുകയാണെങ്കിൽ എവിടെയാണ്? മധ്യപ്രദേശ്. ഓക്കെ, ലോകത്തിലെ ആദ്യ വേദഘടികാരം വേദിക് ക്ലോക്ക് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മധ്യപ്രദേശാണ്. ഓക്കെ, ഇന്ത്യയിൽ ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ് ഏത് സംസ്ഥാനത്തിലാണ്? ഗുജറാത്തിലാണ്, അതായത് സൂറത്തിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റീൽ സ്ലാഗ് റോഡ് ഏത് സംസ്ഥാനത്തിലാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുജറാത്ത്, സൂറത്ത് അല്ലെ. അപ്പൊ സ്റ്റീൽ സൂറത്തായിട്ടൊന്ന് കണക്ട് ചെയ്യാം, രണ്ടും എസ് ആയിട്ടുള്ള രീതിയിൽ കണക്ട് ചെയ്യാം. സ്റ്റീൽ സ്ലാഗ് റോഡ് സൂറത്ത് കേട്ടോ, ഗുജറാത്തില്. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വേൾഡ് പീസ് സെന്റർ ഗുരുഗ്രാം ആണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്നത് നമ്മുടെ ഗുരുവിന്റെ അടുത്ത്, ടീച്ചറിന്റെ അടുത്ത് പോകുമ്പോഴാണെന്നൊക്കെ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാം. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ വേൾഡ് പീസ് സെന്റർ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഗുരുഗ്രാം പഠിച്ചേക്കണേ. ഇന്ത്യയിൽ ആദ്യത്തെ ഒമിക്രോൺ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനം ഏതാ? മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യത്തെ ഒമിക്രോൺ മരണം ഇന്ത്യയിൽ ആദ്യത്തെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ അത് മഹാരാഷ്ട്രയാണ്. രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ചിട്ടുള്ള ഉപഗ്രഹം ഏതാണ്? വിസാറ്റ്, അതായത് വിമൻ എഞ്ചിനീയറിംഗ് സാറ്റലൈറ്റ് ആണ്. വിസാറ്റ് കേട്ടോ. അപ്പൊ എന്താ അത്? രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ഉപഗ്രഹമാണ് വിസാറ്റ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, രാജ്യത്ത് ആദ്യമായി മലിനീകരണം തടയാൻ മേഘങ്ങളിൽ രാസവസ്തുക്കൾ നിക്ഷേപിച്ച് ക്ലൗഡ് സീഡിംഗ് രീതി പരീക്ഷിക്കുന്നത് ഡൽഹിയാണ്. അപ്പൊ ഏത് സംസ്ഥാനം എന്ന് ചോദിക്കുകയാണെങ്കിൽ ഡൽഹിയാണ് കേട്ടോ. രാജ്യത്ത് ആദ്യമായിട്ട് മലിനീകരണം തടയാനായിട്ട് മേഘങ്ങളിൽ രാസവസ്തുക്കൾ നിക്ഷേപിച്ച് ക്ലൗഡ് സീഡിംഗ് രീതി പരീക്ഷിക്കുന്നത് ഡൽഹിയാണ്. ഇനി അടുത്ത പോയിന്റ് നോക്കിയേ, ഇന്ത്യസ് ഫസ്റ്റ് വേദിക് തീം പാർക്ക്. ഇന്ത്യയുടെ ആദ്യത്തെ വേദിക് തീം പാർക്ക് ചോദിക്കുകയാണെങ്കിൽ അത് നോയിഡയാണ്, ഉത്തർപ്രദേശിലെ നോയിഡയാണ് കേട്ടോ. അപ്പൊ വേദിക് തീം പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ അമ്യൂസ്മെന്റ് പാർക്ക് പോലെയൊന്നുമല്ല. അതിനകത്ത് കൂടുതലും ഇങ്ങനെ വേദങ്ങളും അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അത് എവിടെയാണ്? നോയിഡയിലാണ്. ജസ്റ്റ് നമുക്ക് ഓർക്കാം, നമ്മൾ സാധാരണ ഈ തീം പാർക്ക്, അമ്യൂസ്മെന്റ് പാർക്കിലൊക്കെ പോകുമ്പോൾ നമ്മൾ നല്ല റെഡി ആയിട്ടൊക്കെ നിൽക്കും. പക്ഷെ വേദിക് തീം പാർക്കിൽ പോകുമ്പോൾ നോഡ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. നമുക്ക് പോകാൻ വലിയ താല്പര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. നോയിഡയാണ്, ഉത്തർപ്രദേശിൽ കേട്ടോ. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണോ? എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പഠിക്കുക. ഇനി 2023 ഏത് സംസ്ഥാനത്താണ് ആദ്യമായി സ്ത്രീകളെ പൂജാരിമാരായിട്ട് നിയമിച്ചിട്ടുള്ളത്? എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. നമുക്കറിയാലോ, തമിഴ്നാട്ടിൽ തന്നെ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതുമായിട്ട് തന്നെ ഓർത്ത് വെച്ചേക്കാം, 2023 ഏത് സംസ്ഥാനത്താണ് ആദ്യമായിട്ട് സ്ത്രീകളെ പൂജാരിമാരായിട്ട് നിയമിച്ചിട്ടുള്ളതെന്ന് ചോദിക്കുകയാണെങ്കിൽ തമിഴ്നാട്. പൂർണ്ണമായും സ്വകാര്യ കമ്പനിക്ക് വേണ്ടി രാജ്യത്ത് ആദ്യമായി ISRO നിർമ്മിച്ചിട്ടുള്ള ഉപഗ്രഹമാണ് ജിസാറ്റ് 2. ഓക്കെ, അപ്പൊ പൂർണ്ണമായും സ്വകാര്യ കമ്പനിക്ക് വേണ്ടി രാജ്യത്ത് ആദ്യമായി ISRO നിർമ്മിച്ചിട്ടുള്ള ഉപഗ്രഹമാണ് ജിസാറ്റ് 2. അപ്പൊ ഈ പോയിന്റ് നമുക്കൊന്നും കൂടെ നോക്കാം. രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും വനിതകൾ നിർമ്മിച്ചിട്ടുള്ള ഉപഗ്രഹം ഏതാണെന്ന് ഓർത്തു നോക്കിയേ, വിസാറ്റ് അല്ലെ, വുമൺ എഞ്ചിനീയറിംഗ് സാറ്റലൈറ്റ്. രാജ്യത്ത് ആദ്യമായി മലിനീകരണം തടയാൻ മേഘങ്ങളിൽ രാസവസ്തുക്കൾ നിക്ഷേപിച്ച് ക്ലൗഡ് സീഡിംഗ് രീതി പരീക്ഷിക്കുന്നത് ഡൽഹി. ഇന്ത്യസ് ഫസ്റ്റ് വേദിക് തീം പാർക്ക് നോയിഡയാണ്, ഉത്തർപ്രദേശിലെ. 2023 ഏത് സംസ്ഥാനത്താണ് ആദ്യമായി സ്ത്രീകളെ പൂജാരിമാരായി നിയമിച്ചിട്ടുള്ളത്? തമിഴ്നാട്. പൂർണ്ണമായും സ്വകാര്യ കമ്പനിക്ക് വേണ്ടി രാജ്യത്ത് ആദ്യമായി ISRO നിർമ്മിച്ചിട്ടുള്ള ഉപഗ്രഹമാണ് ജിസാറ്റ് 2. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് കയറാം. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ ഏതാണ്? മോണിക്ക ഒരു AI സ്റ്റോറിയാണ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ അല്ലെ, AI സിനിമ ചോദിക്കുകയാണെങ്കിൽ മോണിക്ക ഒരു AI സ്റ്റോറി, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റോറി. ഇനി ഒളിമ്പിക്സ് ജൂറി ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത
ബിൽഗീസ് മിർ ആണ് കേട്ടോ, ബിൽഗീസ് മിർ ആണ്. ഓക്കെ, ഒളിമ്പിക്സ് ജൂറി ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത ചോദിക്കുകയാണെങ്കിൽ ബിൽഗീസ് മിർ ആണ്. അതായത് പാരീസ് ഒളിമ്പിക്സിലെയാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഒളിമ്പിക്സ് ജൂറി ആവുന്ന ആദ്യ വനിത ഇന്ത്യൻ ചോദിക്കുകയാണെങ്കിൽ ആരാണ്? ബിൽഗ്വീസ് മിർ ആണ്. അപ്പൊ നല്ല പൈസയൊക്കെ ആയിട്ടുണ്ടാവും എന്നൊക്കെ ജസ്റ്റ് ഓർക്കാം. ബിൽഗ്വീസ് മിർ കേട്ടോ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുന്നത് ഗോപിചന്ദ് തോട്ടപ്പുറ. ഓക്കെ, ഗോപിചന്ദ് ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയാണ് അല്ലെ. ബഹിരാകാശത്ത് വിനോദസഞ്ചാരിയായിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുന്നത് ഗോപിചന്ദ് ആണ്. ഒരു ഗോപി അല്ലെ, ചന്ദനത്തിന്റെ ഒരു ഗോപിയൊക്കെ തൊട്ടിട്ടാണ് പോയെന്നൊക്കെ ഓർക്കുക കേട്ടോ, പ്രാർത്ഥിച്ചിട്ട്. അപ്പൊ ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുന്നത് ഗോപിചന്ദ് തോട്ടപ്പുറ. രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ചികിത്സാ പദ്ധതി നെക്സ്കാർ 19. ഓക്കെ, രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ചികിത്സാ പദ്ധതി നെക്സ്കാർ 19. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ, നെക്സ്കാർ 19 കേട്ടോ. ഓക്കെ, രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പിയാണ് ജീൻ തെറാപ്പി ചികിത്സാ പദ്ധതി നെക്സ്കാർ 19. ചാറ്റ് ജിപിടിക്ക് ബദലായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ ചാറ്റ് ബോട്ടാണ് കൃത്രിം എന്ന് പറയുന്നത്. കൃത്രിം കേട്ടോ. ചാറ്റ് ജിപിടിക്ക് ബദലായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ ചാറ്റ് ബോട്ട് ഏതാണ്? കൃത്രിം. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യത്തെ സ്കിൽ സെന്റർ നിലവിൽ വന്നിട്ടുള്ളത് സാമ്പൽപൂരാണ്, ഒഡീഷ. ഓക്കെ, അപ്പോ ഓടുക എന്നൊക്കെ പറയുന്ന ഒരു സ്കില്ലാണെന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലെ. ഇന്ത്യയിലെ ആദ്യത്തെ സ്കിൽ സെന്റർ ആണ് കേട്ടോ. സ്കിൽ സെന്റർ നിലവിൽ വന്നിട്ടുള്ളത് സാമ്പൽപൂർ. അപ്പൊ നമ്മുടെ സ്കില്ലിന്റെ ഒക്കെ ഒരു സാമ്പിൾ ഒക്കെ ആയിരിക്കും നമ്മൾ ആദ്യം കാണിക്കുക അല്ലെ. എന്നൊക്കെ വേണമെങ്കിൽ ഒന്ന് ഓർക്കാം. സാമ്പൽപൂർ, ഒഡീഷ. ഏത് സംസ്ഥാനത്താണ് റാങ്പോ റെയിൽവേ സ്റ്റേഷൻ? സിക്കിമിലാണ്. ഓക്കെ, ഏത് സംസ്ഥാനത്താണ് റാങ്പോ റെയിൽവേ സ്റ്റേഷൻ ചോദിക്കുകയാണെങ്കിൽ സിക്കിം. ഓക്കെ, സിക്കിം. റാങ്പോ എവിടെയാണ്? റെയിൽവേ സ്റ്റേഷൻ എവിടെയാണ്? സിക്കിമിലാണ്. അപ്പൊ പോയിന്റുകൾ ഒന്നുകൂടെ നോക്കിയേ. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സിനിമ മോണിക്ക ഒരു AI സ്റ്റോറി. ഒളിമ്പിക് ജൂറി ആവുന്ന ആദ്യ ഇന്ത്യൻ വനിത ബിൽഗ്വീസ് മിർ. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരിയാകുന്ന ഗോപിചന്ദ് തോട്ടപ്പുറ. രാജ്യത്തെ ആദ്യ അർബുദ ജീൻ തെറാപ്പി ചികിത്സാ പദ്ധതി നെക്സ്കാർ 19. ചാറ്റ് ജിപിടിക്ക് ബദലായിട്ടുള്ള ഇന്ത്യയുടെ ആദ്യ ചാറ്റ് ബോട്ട് കൃത്യമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ സ്കിൽ സെന്റർ നിലവിൽ വന്നിട്ടുള്ളത് സാമ്പൽപൂർ, ഒഡീഷ. ഏത് സംസ്ഥാനത്താണ് റാങ്പോ റെയിൽവേ സ്റ്റേഷൻ? സിക്കിമിലാണ് കേട്ടോ. ഇനി ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കൊൽക്കത്തയാണ്. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ചോദിക്കുകയാണെങ്കിൽ കൊൽക്കത്തയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്ത. കാഴ്ച പരിമിതർക്കായി ആദ്യമായി രൂപീകരിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ മലയാളി അംഗം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കെ സാന്ദ്ര ഡേവിസ്. കാഴ്ച പരിമിതർക്കായി ആദ്യമായി രൂപീകരിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ മലയാളി അംഗം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ കെ സാന്ദ്ര ഡേവിസ്. സസ്യങ്ങളെ ബാധിക്കുന്ന ഫംഗസ് ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യരിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത് കൊൽക്കത്തയിലാണ്. അപ്പൊ കൊൽക്കത്തനെ ബേസ് ചെയ്തുള്ള 2 പോയിന്റുകൾ നമ്മൾ ഇപ്പൊ തന്നെ പഠിച്ചു അല്ലെ. ഇന്ത്യയിൽ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ചോദിക്കുകയാണെങ്കിൽ കൊൽക്കത്തയാണ്. സസ്യങ്ങളെ ബാധിക്കുന്ന ഫംഗസ് ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യരിൽ സ്ഥിരീകരിച്ചിട്ടുള്ള എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കൊൽക്കത്തയിലാണ്. ഓക്കെ, ഇനി രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനർസംഘടിപ്പിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ കേരളമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് GST വകുപ്പ് പുനർസംഘടിപ്പിക്കുന്ന സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ കേരളം. ഇന്ത്യയിൽ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് ഭുവനേശ്വർ ആണ് അല്ലെ. അപ്പൊ ഇന്ത്യയിൽ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് ഭുവനേശ്വർ. ഫുട്ബോൾ ടാലന്റ് അക്കാദമി, ഈശ്വരന്റെ ഒക്കെ ഒരു അനുഗ്രഹം വേണം എന്നൊക്കെ ഓർക്കാം അല്ലെ. ഈശ്വരൻ, ഭുവനേശ്വർ, ഫുട്ബോൾ ടാലന്റ് അക്കാദമി കേട്ടോ. ഓക്കെ, ഇപ്പൊ പോയിന്റുകൾ ഒന്നും കൂടെ നോക്കാം. ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ കൊൽക്കത്ത. കാഴ്ച പരിമിതർക്കായിട്ട് ആദ്യമായി രൂപീകരിച്ച ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ മലയാളി അംഗം കെ സാന്ദ്ര ഡേവിസ്. സസ്യങ്ങളെ ബാധിക്കുന്ന ഫംഗസ് ലോകത്ത് ആദ്യമായിട്ട് മനുഷ്യരിൽ സ്ഥിരീകരിച്ചിട്ടുള്ള കൊൽക്കത്ത. രാജ്യത്ത് ആദ്യമായി GST വകുപ്പ് പുനർസംഘടിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. ഇന്ത്യയിൽ ഫിഫയുടെ കീഴിൽ ആദ്യ ഫുട്ബോൾ ടാലന്റ് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് ഭുവനേശ്വർ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നിട്ടുള്ളത് മധുര വൃന്ദാവൻ കേട്ടോ, UP-യിലാണ്. പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂളാണ്. പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ്? മധുര വൃന്ദാവൻ, ഉത്തർപ്രദേശ്. DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കാവുന്ന രാജ്യത്തെ ആദ്യത്തെ തദ്ദേശ കോമ്പാക്ട് ഡ്രോൺ ആണ് സ്വിഫ്റ്റ്. അപ്പൊ സ്വിഫ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചേക്കാം കേട്ടോ, എല്ലാവരും ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കാവുന്ന രാജ്യത്തെ ആദ്യത്തെ തദ്ദേശ കോമ്പാക്ട് ഡ്രോൺ ആണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രാജ്യത്തെ ആദ്യ സൗര ദൗത്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ആദ്യത്തെ L1 ആണ് അല്ലെ. ആദ്യത്തെ L1 ആണ്. രാജ്യത്ത് ആദ്യമായി വിധവ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ജാർഖണ്ഡ് ആണ് കേട്ടോ. രാജ്യത്ത് ആദ്യമായിട്ട് വിധവ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ജാർഖണ്ഡ് ആണ്. ജസ്റ്റ് ഓർക്കാം, നമുക്ക് വിധവ പുനർവിവാഹമാണ്. അപ്പൊ വിധവേനെ കണ്ടു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ. കണ്ടൊക്കെ ഉണ്ട്. ജാറൊക്കെ കൊണ്ടുവരുന്ന ഒരു വിധവേനെ കണ്ടു എന്നൊക്കെ ഓർത്തു വെക്കുക കേട്ടോ.
ജസ്റ്റ് നമുക്ക് മാർക്ക് കിട്ടാൻ വേണ്ടി പറയുന്ന കണക്ഷൻസ് ആണ്. അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് വിധവ പുനർവിവാഹ പദ്ധതി നടപ്പിലാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ജാർഖണ്ഡ്. രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് പാസ്സാക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. അപ്പൊ രാജ്യത്ത് ആദ്യമായിട്ട് ഏക സിവിൽ കോഡ് കേട്ടോ, ഏക സിവിൽ കോഡ് പാസ്സാക്കുന്ന സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്. രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് സ്വകാര്യ റോക്കറ്റ് അഗ്നിബാൺ. അപ്പൊ അഗ്നിബാൺ എന്താ? രാജ്യത്തെ ആദ്യത്തെ സെമി ക്രയോജനിക് സ്വകാര്യ റോക്കറ്റ് ആണ് അഗ്നിബാൺ. അപ്പൊ പോയിന്റ്സുകൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. പെൺകുട്ടികൾക്കായിട്ടുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നിട്ടുള്ളത് മധുര വൃന്ദാവൻ UP-യിലാണ് കേട്ടോ. DRDO വികസിപ്പിച്ച മിസൈലും ബോംബും വർഷിക്കാവുന്ന രാജ്യത്തെ ആദ്യത്തെ തദ്ദേശ കോമ്പാക്ട് ഡ്രോൺ ആണ് സ്വിഫ്റ്റ്. രാജ്യത്തെ ആദ്യ സൗരദൗത്യം ആദിത്യ L1. രാജ്യത്ത് ആദ്യമായിട്ട് വിധവ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യത്തെ സംസ്ഥാനം ജാർഖണ്ഡ്. രാജ്യത്ത് ആദ്യമായി ഏക സിവിൽ കോഡ് പാസ്സാക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. രാജ്യത്തെ ആദ്യ സെമി ക്രയോജനിക് സ്വകാര്യ റോക്കറ്റ് അഗ്നിബാൺ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ സഹോദരി സഹോദരന്മാർ ആരൊക്കെയാന്ന് ചോദിക്കുകയാണെങ്കിൽ വൈശാലി ആറും പ്രജ്ഞാനന്ദയും. വൈശാലി ആറും പ്രജ്ഞാനന്ദന്റെ സിസ്റ്റർ ആണ് വൈശാലി ആറ്. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാം, അതായത് വൈശാലി ആറ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ചെസ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചെസ് എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിശാലി എന്നൊക്കെ പറയുന്ന പോലെ വൈശാലി അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ചെസ് ബുദ്ധിയുള്ള ആൾക്കാർ കളിക്കണമെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാം. അപ്പൊ വൈശാലി ആറും പ്രജ്ഞാനന്ദയും. തുടർച്ചയായി 6 ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ ധനകാര്യ മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ. തുടർച്ചയായിട്ട് 6 ബഡ്ജറ്റുകൾ അവതരിപ്പിക്കുന്ന ആദ്യ വനിതാ ധനകാര്യ മന്ത്രി ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ നിർമ്മല സീതാരാമൻ. 6 ബഡ്ജറ്റാണ് കേട്ടോ. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിച്ചിട്ടുള്ളത് ഹൈദരാബാദിലാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിച്ചിട്ടുള്ളത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. അപ്പൊ എപ്പിഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് വേർഡ്സിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് അല്ലെ. നമ്മൾ ഈ ക്ലേയിലും അതേപോലെ തന്നെ സ്റ്റോൺസിലും ഒക്കെ എഴുതിയിട്ടുള്ള വേർഡ്സിനെ കുറിച്ചുള്ള ഒരു പഠനത്തെയാണ് എപ്പിഗ്രഫി എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിച്ചിട്ടുള്ളത് ഹൈദരാബാദിലാണ്. ഓക്കെ, ഹൈദരാബാദ്. അപ്പൊ ഹൈ ലെവലിൽ നമ്മളിത് പഠിക്കണം അല്ലെ എന്നൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വയ്ക്കാം. ഹൈദരാബാദ് ആണ്. രാജ്യത്തെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് പാട്നയാണ്. പാട്നയിലാണ്. അപ്പൊ രാജ്യത്തെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം, ഡോൾഫിൻ. അപ്പൊ ഡോൾഫിനൊക്കെ ഒരു പാട്ടൊക്കെ വെച്ച് കൊടുത്തു എന്നൊക്കെ ഓർക്കുക കേട്ടോ. പാട്നയാണ് രാജ്യത്തെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത് പാട്ന. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയുള്ള തൂക്കുപാലം സുദർശൻ സേതു ആണ് ഗുജറാത്തിലെ. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയിട്ടുള്ള തൂക്കുപാലമാണ് സുദർശൻ സേതു ഗുജറാത്തിൽ. അതിന്റെ നീളം 2.3 കിലോമീറ്റർ ആണ്. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളറാണ് ജസ്പ്രീത് ബുംറ. നിങ്ങൾക്ക് അറിയായിരിക്കും ജസ്പ്രീത് ബുംറ. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളറാണ് ജസ്പ്രീത് ബുംറ. ഓക്കെ, ബും എന്ന് പറഞ്ഞിട്ട് ബോൾ എറിഞ്ഞു എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം കേട്ടോ. അപ്പൊ ഫാസ്റ്റ് ബൗളർ അല്ല, അപ്പൊ ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബൗളർ ജസ്പ്രീത് ബുംറ. അപ്പൊ പോയിന്റ്സുകൾ ഒന്നും കൂടെ നോക്കാം. ഗ്രാൻഡ് മാസ്റ്റർ പദവി നേടുന്ന ആദ്യ സഹോദരി സഹോദരന്മാർ വൈശാലി ആറും പ്രജ്ഞാനന്ദയും. തുടർച്ചയായിട്ട് 6 ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചുള്ള ആദ്യത്തെ വനിതാ ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമൻ. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിച്ചിട്ടുള്ളത് ഹൈദരാബാദ്. രാജ്യത്തെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം ആരംഭിച്ചിട്ടുള്ള പട്ന. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയുള്ള തൂക്കുപാലം സുദർശൻ സേതു ഗുജറാത്തിലെ, നീളം 2.3 കിലോമീറ്റർ. ICC ടെസ്റ്റ് റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ ഫാസ്റ്റ് ബോളറാണ് ജസ്പ്രീത് ബുംറ. ഇനി ഇന്ത്യയുടെ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ചോദിക്കുകയാണെങ്കിൽ എക്സ്പോസാറ്റ്. അപ്പൊ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ആണ് എക്സ്പോസാറ്റ്. പഠിച്ചു വെക്കുക. ഇന്ത്യയുടെ ആദ്യത്തെ എക്സ്റേ പൊളാരിമീറ്റർ സാറ്റലൈറ്റ് ചോദിക്കുകയാണെങ്കിൽ എക്സ്പോസാറ്റ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഗ്രാഫീൻ നയം നടപ്പിലാക്കാൻ പോകുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ഗ്രാഫീൻ നയം നടപ്പിലാക്കാൻ പോകുന്ന സംസ്ഥാനം കേരളം. അടുത്ത പോയിന്റ് നോക്കാം. പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പട്ടികവർഗ വികസന വകുപ്പ് നടപ്പാക്കുന്ന കൂൺ ഗ്രാമ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നന്ദിയോടാണ്. തിരുവനന്തപുരത്തെ നന്ദിയോട് കേട്ടോ. കൂൺ ഗ്രാമമാണ്. നമുക്ക് നല്ല നന്ദി ഉണ്ടെന്നൊക്കെ ഓർക്കാം അല്ലെ. കൂൺ ഗ്രാമം. പട്ടികവർഗ മേഖലകളിൽ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിന് പട്ടികവർഗ വികസന വകുപ്പ് നടപ്പിലാക്കുന്ന കൂൺ ഗ്രാമം പദ്ധതി, ആ ഒരു പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ ആദ്യ കൂൺ ഗ്രാമമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് നന്ദിയോട്. ഗുജറാത്തിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം രാജ്കോട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം. ഗുജറാത്തിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം കേട്ടോ. ഗുജറാത്തിലെ ആദ്യ ഗ്രീൻഫീൽഡ് വിമാനത്താവളം ഏതാണ്? രാജ്കോട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം. രാജ്കോട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം അല്ലെങ്കിൽ രാജ്കോട്ട് അന്താരാഷ്ട്ര വിമാനത്താവളം ഏത് സംസ്ഥാനത്തെയാന്ന് വേണമെങ്കിൽ ചോദിക്കാം അല്ലെ. ഗുജറാത്തിലെയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹകരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സ്കൂൾ നിലവിൽ വരുന്നത്
ഗുജറാത്തിലാണ്. അപ്പൊ ഗുജറാത്തിനെ ബേസ് ചെയ്തിട്ടുള്ള 2 പോയിന്റുകൾ നമ്മളിപ്പോ പഠിച്ചു അല്ലെ. ഇന്ത്യയിൽ ആദ്യമായിട്ട് സഹകരണ സ്ഥാപനത്തിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സ്കൂൾ കേട്ടോ. സൈനിക സ്കൂൾ എവിടെ നിലവിൽ വരുന്നത്? ഗുജറാത്തിലാണ്. സൈനിക സ്കൂൾ നിലവിൽ വരുന്നത് ഗുജറാത്തില്. അടുത്ത പോയിന്റ് നോക്കാം. ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ മനുഷ്യ ദൗത്യമാണ് സമുദ്രയാൻ. ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ മനുഷ്യ ദൗത്യമാണ് സമുദ്രയാൻ കേട്ടോ. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വരുന്നത് മധ്യപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വരുന്നത് മധ്യപ്രദേശ്. അപ്പൊ ഓൺലൈൻ ഗെയിമിങ്ങിലൊക്കെ നമ്മളൊരു മധ്യസ്ഥാനത്തൊക്കെ നിന്നു എന്നൊക്കെ ഓർക്കാം കേട്ടോ. മധ്യപ്രദേശിലാണെന്നുള്ളത് ഓർത്തു വെക്കാം. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഏതാ? ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ ആണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ. ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദ് ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് കേട്ടോ, ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്ന എവിടെയാണ്? അഹമ്മദാബാദ് അല്ലെ. അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ ആണ്. എവിടെയാണ്? അഹമ്മദാബാദ്. ലോകത്തിലെ ആദ്യ ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ്. നമുക്ക് ഈ വൾച്ചർ എന്നൊക്കെ പറയുമ്പോൾ അല്ലെ, വൾച്ചർ ഒക്കെ അപ്പിലാണ് മുകളിലാണ് പറക്കണേന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ UP അല്ലെങ്കിൽ ഉത്തർപ്രദേശ് ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം. ലോകത്തിലെ ആദ്യ ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM നിലവിൽ വരുന്നത് ഹൈദരാബാദ്. അപ്പൊ ഗോൾഡ് ATM ആണ് കേട്ടോ, ഗോൾഡ് ATM. അപ്പോൾ ഇമ്പോർട്ടന്റ് ആണെന്ന് പഠിച്ചേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഗോൾഡ് ATM നിലവിൽ വന്നിട്ടുള്ളത് ഹൈദരാബാദ് ആണ്. നല്ല ഹൈ ലെവൽ ആൾക്കാരുടെ കയ്യിലൊക്കെ കുറെ ഗോൾഡ് ഉണ്ടെന്നൊക്കെ വെറുതെ ഓർക്കുക കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ ആദ്യത്തെ ഗോൾഡ് ATM നിലവിൽ വരുന്നത് ഹൈദരാബാദ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ചുള്ള സർവകലാശാല കേരള സർവകലാശാലയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ചുള്ള സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ കേരള സർവകലാശാല. അപ്പൊ നമുക്ക് പോയിന്റ്സുകളൊക്കെ ഒന്നും കൂടെ നോക്കാം. ഇന്ത്യയുടെ ആദ്യ ആഴക്കടൽ മനുഷ്യ ദൗത്യം ഏതാണ്? സമുദ്രയാനാണ്. ഇന്ത്യയിൽ ആദ്യ ഓൺലൈൻ ഗെയിമിംഗ് അക്കാദമി നിലവിൽ വരുന്നത് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്ന 8 വരി എലിവേറ്റഡ് എക്സ്പ്രസ് ഹൈവേ ദ്വാരക എക്സ്പ്രസ് വേ. ഇന്ത്യയിലെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ ടെർമിനൽ നിലവിൽ വരുന്നത് അഹമ്മദാബാദ്. ലോകത്തിലെ ആദ്യ ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ആദ്യ ഗോൾഡ് ATM നിലവിൽ വരുന്നതോ? ഹൈദരാബാദ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഡിജിറ്റൽ ഗാർഡൻ ആരംഭിച്ചിട്ടുള്ള സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ ഏതാണ്? കേരള സർവകലാശാലയാണ്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം എവിടെയാണ്? കുളത്തൂപ്പുഴയിലാണ്. കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം എവിടെയാണ്? കുളത്തൂപ്പുഴ. കൊല്ലം ജില്ലയിലാണ് കേട്ടോ. കൊല്ലം ജില്ലയില് കുളത്തൂപ്പുഴ. അപ്പൊ ജസ്റ്റ് ഓർക്കാം, നമുക്ക് ഫോറസ്റ്റ് എന്ന് പറയുമ്പോൾ ഫോറസ്റ്റിൽ ഒരു പുഴയുണ്ടെന്നൊക്കെ ഓർക്കാം അല്ലെ. അപ്പൊ കുളത്തൂപ്പുഴ, കുളത്തൂപ്പുഴ അല്ലെങ്കിൽ കുളം ഉണ്ടെന്നും കൂടെ ഓർത്തോളൂ കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് വ്യവസായ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് പാലക്കാടാണ്. പലതരത്തിലുള്ള വ്യവസായങ്ങളൊക്കെ ഉണ്ടെന്ന് ഓർക്കാം അല്ലെ. പല എന്നുള്ള രീതിയിൽ പാലക്കാട് കേട്ടോ. പലതരത്തിലുള്ള വ്യവസായം. അപ്പൊ വ്യവസായ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് പാലക്കാട്. കേരളത്തിലെ ആദ്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് പാലക്കാട്. അടുത്ത പോയിന്റ് നോക്കാം. കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ. കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നിട്ടുള്ള എവിടെയാണ്? കോഴിക്കോട് ജില്ലയിൽ. കോഴിക്കോട് ജില്ലയിൽ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓർക്കാം, നമ്മുടെ കോഴി കാലത്തേറ്റ് കൂവുന്നത് ഹിന്ദുസ്ഥാനി രാഗത്തിലാണെന്ന് വെറുതെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ. ഇനി രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ്. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി എവിടെയാണ്? കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. ജസ്റ്റ് ഓർക്കാം, നമുക്ക് ഇപ്പൊ ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ ഈ മെഡിക്കൽ ഷോപ്പിലൊക്കെ പോയി ചോദിച്ചാൽ നമുക്ക് കിട്ടണം എന്നില്ല അല്ലെ. പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാണ്ട് നമുക്ക് കിട്ടില്ല. അപ്പൊ ചില ആൾക്കാർ കക്കേണ്ടി വരും എന്നൊക്കെ വെറുതെ ഒന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. അപ്പൊ കേരളത്തിലെ ആദ്യ ഫോറസ്റ്റ് മ്യൂസിയം കുളത്തൂപ്പുഴ. കേരളത്തിലെ ആദ്യ സ്വകാര്യ വ്യവസായ പാർക്ക് നിലവിൽ വന്നിട്ടുള്ളത് പാലക്കാട്. കേരളത്തിലെ ആദ്യ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വന്നിട്ടുള്ളത് കോഴിക്കോട്. രാജ്യത്തെ ആദ്യത്തെ ആന്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് പോയിന്റ്സ് നോക്കാം. രാജ്യത്തിൽ ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള ജില്ലാ ആശുപത്രി ചോദിക്കുകയാണെങ്കിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് കേട്ടോ. എറണാകുളം ജനറൽ ആശുപത്രിയാണ്. അപ്പൊ രാജ്യത്തിൽ ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള ആശുപത്രി ഏതാണ്? എറണാകുളം ജനറൽ ആശുപത്രി. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. ഇത് ഒരുപാട് തവണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ് അല്ലെ. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം അല്ലെ. ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. ഭരണഘടനയൊക്കെ നമ്മൾ ഒബേ ചെയ്തില്ലെങ്കിൽ നമ്മളെ കൊല്ലുന്നൊക്കെ വെറുതെ ഓർക്കുക കേട്ടോ. അപ്പൊ കൊല്ലം. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് എവിടെയാ? കരിക്കകം. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് കരിക്കകം. കരിക്കൊക്കെ പൊട്ടിച്ച് നമ്മൾ അതിനകത്തുള്ള കരിക്ക് കിട്ടാൻ വേണ്ടിയിട്ട്
ഇങ്ങനെ ലിഫ്റ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുമല്ലോ അല്ലെ, ഇങ്ങനെ പൊക്കി എടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഓർക്കാം. കേരളത്തിൽ ആദ്യം ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് കരിക്കകം. രക്തദാനം ചെയ്യുന്നവർക്ക് അവധി അനുവദിച്ച കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല. ഓക്കെ, രക്തദാനം ചെയ്യുന്നവർക്ക് അവധി അനുവദിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ സർവകലാശാല ചോദിക്കുകയാണെങ്കിൽ അത് കേരള സർവകലാശാല. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞ പോയിന്റ്സുകൾ? രാജ്യത്തിൽ ആദ്യമായിട്ട് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായിട്ട് പൂർത്തിയാക്കിയിട്ടുള്ള ജില്ലാ ആശുപത്രി ചോദിക്കുകയാണെങ്കിൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരതാ ജില്ല കൊല്ലം. കേരളത്തിലെ ആദ്യ ലിഫ്റ്റ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് കരിക്കകം. രക്തദാനം ചെയ്യുന്നവർക്ക് അവധി അനുവദിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ സർവകലാശാല കേരള സർവകലാശാല. സംസ്ഥാനത്ത് ആദ്യമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോഡിംഗ് പഠനം ഒരുക്കിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് മലപ്പുറത്താണ് കേട്ടോ. സംസ്ഥാനത്ത് ആദ്യമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോഡിംഗ് പഠനം ഒരുക്കിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം. ഓക്കെ, മലയുടെ മുകളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു കോടയൊക്കെ കാണാൻ പറ്റും അല്ലെ. കോടയല്ല, കോഡിംഗ് ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കുക. അപ്പൊ സംസ്ഥാനത്ത് ആദ്യമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോഡിംഗ് പഠനം ഒരുക്കിയിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ മലപ്പുറം. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണ്. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ള സംസ്ഥാനം കേരളം. പ്രായപരിധി ഇല്ലാതെ സൗജന്യമായി യോഗ പഠിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നടപ്പിലാക്കുന്ന പരിശീലന പരിപാടിയാണ് യോഗ ഫോർ ഓൾ. പ്രായപരിധി ഇല്ലാതെ സൗജന്യമായിട്ട് യോഗ പഠിപ്പിക്കാൻ വേണ്ടി സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ നടപ്പിലാക്കുന്ന പരിശീലന പരിപാടി ഏതാണ്? യോഗ ഫോർ ഓൾ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലാമ്പാറ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്താണ് കേട്ടോ. ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലാമ്പാറ. പുല്ല് പോലെയൊക്കെ നമുക്ക് ഡിജിറ്റൽ സാക്ഷരതയൊക്കെ കിട്ടും എന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം അല്ലെ, നമ്മൾ വേഗം പഠിച്ചെടുക്കുന്നൊക്കെ ഓർക്കാം കേട്ടോ. അപ്പൊ പുല്ലാമ്പാറ ഓർത്ത് വെക്കണേ. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലാമ്പാറ. സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി സ്ഥാപിതമാകുന്നത് കോഴിക്കോടാണ്. സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത് കോഴിക്കോട്. കോഴിയുടെയൊക്കെ അവയവമൊക്കെ മാറ്റി വെക്കുന്നൊക്കെ വെറുതെ നമുക്ക് കണക്ട് ചെയ്യാം. അവയവമാറ്റ ആശുപത്രി എവിടെയാണ്? കോഴിക്കോട്. വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ആദ്യ ചട്ടമ്പസ്വാമി പ്രതിഷ്ഠ ക്ഷേത്രം നിലവിൽ വന്നിട്ടുള്ളത് കണ്ണമ്മൂലയിലാണ് കേട്ടോ. വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ആദ്യ ചട്ടമ്പിസ്വാമി പ്രതിഷ്ഠ ക്ഷേത്രം നിലവിൽ വന്നിട്ടുള്ളത് കണ്ണമ്മൂല. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ? സംസ്ഥാനത്തെ ആദ്യമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് കോഡിംഗ് പഠനം എവിടെയായിരുന്നു? മലപ്പുറം അല്ലെ. രാജ്യത്ത് ആദ്യമായിട്ട് ജല ബഡ്ജറ്റ് നമ്മുടെ കേരളത്തില്. പ്രായപരിധി ഇല്ലാതെ സൗജന്യമായിട്ട് യോഗ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പരിശീലന പരിപാടി ഏതാ? യോഗ ഫോർ ഓള്. രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ പഞ്ചായത്ത് പുല്ലാമ്പാറ. സർക്കാർ മേഖലയിലെ രാജ്യത്തെ ആദ്യ അവയവമാറ്റ ആശുപത്രി സ്ഥാപിക്കുന്നത് കോഴിക്കോടാണ്. വാസ്തുശാസ്ത്ര പ്രകാരമുള്ള ആദ്യ ചട്ടമ്പിസ്വാമി പ്രതിഷ്ഠ ക്ഷേത്രം നിലവിൽ വന്നിട്ടുള്ളത് കണ്ണമ്മൂല. സെറ്റാണെന്ന് വിചാരിക്കുന്നു കേട്ടോ. കിട്ടുന്നില്ല എല്ലാവർക്കും? ഇനി കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പ്രത്യേക കോടതി നിലവിൽ വന്നിട്ടുള്ളത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പ്രത്യേക കോടതി നിലവിൽ വന്നിട്ടുള്ളത് കൊച്ചി അല്ലെ. ശിശുക്കൾ എന്നൊക്കെ പറയുമ്പോൾ കൊച്ചുങ്ങളായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ കൊച്ചിയിൽ തന്നെയാണെന്ന് ഓർത്തു വയ്ക്കാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റനായ ആദ്യ മലയാളി മിന്നുമണി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ആദ്യ മലയാളി ആരാണ്? മിന്നുമണി. ടൂറിസം വകുപ്പിന് കീഴിലെ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് ആക്കുളത്താണ് കേട്ടോ. ടൂറിസം വകുപ്പിന്റെ കീഴിലെ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ്? ആക്കുളം. ഓക്കെ, കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നിട്ടുള്ളത് ആക്കുളം. ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ആകെ കുളമാവും അല്ലെ. ഇനി കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായിട്ടുള്ളത് എറണാകുളത്താണ്. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായിട്ടുള്ളത് എവിടെയാണ്? എറണാകുളം. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM എറണാകുളം. അടുത്ത പോയിന്റ് നോക്കാം. സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലം വലിയങ്ങാടിയാണ്. നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ്. സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്ന സ്ഥലം ഏതാ? വലിയങ്ങാടി കേട്ടോ. വലിയങ്ങാടി വലിയ ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെയായിരുന്നു അല്ലെ. വലിയങ്ങാടി ഓർത്തു വെക്കാം, കോഴിക്കോട് ജില്ലയിൽ. ഇനി സ്ട്രാങ്ക് ലൈസൻസ് സ്വന്തമാക്കിയ കേരളത്തിലെ ആദ്യ വനിത എസ് സന്ധ്യ. സ്ട്രാങ്ക് ലൈസൻസ് സ്വന്തമാക്കിയുള്ള കേരളത്തിലെ ആദ്യ വനിത ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ എസ് സന്ധ്യ. സ്ട്രാങ്ക് സന്ധ്യ ഓർത്തു വെക്കുക കേട്ടോ. സ്ട്രാങ്ക് ലൈസൻസ് സ്വന്തമാക്കിയുള്ള കേരളത്തിലെ ആദ്യ വനിത ആരാണ്? എസ് സന്ധ്യ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ തദ്ദേശ സ്ഥാപനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വടകര മുനിസിപ്പാലിറ്റിയാണ്.
ശുചിത്വമാണ് അല്ലെ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ തദ്ദേശ സ്ഥാപനമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വടകര മുനിസിപ്പാലിറ്റി. വടകര മുനിസിപ്പാലിറ്റി. അപ്പൊ വടയൊക്കെ നല്ല ശുചിത്വത്തോടൊക്കെ നമ്മൾ കഴിക്കണം എന്നൊക്കെ ഓർക്കാം അല്ലെ. വടകര മുനിസിപ്പാലിറ്റി. അപ്പൊ പോയിന്റ്സുകൾ നോക്കാം ഒന്നും കൂടെ. കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പ്രത്യേക കോടതി എവിടെയാ? കൊച്ചിയിൽ അല്ലെ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യൻ വനിതാ ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ആദ്യത്തെ മലയാളി മിന്നുമണി. ടൂറിസം വകുപ്പിന് കീഴിലെ കേരളത്തിലെ ആദ്യ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ്? ആക്കുളം. കേരളത്തിലെ ആദ്യ ഹെൽത്ത് ATM സ്ഥാപിതമായിട്ടുള്ള എറണാകുളം. സംസ്ഥാനത്തെ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്നത് വലിയങ്ങാടി. ശ്രാങ്ക് ലൈസൻസ് സ്വന്തമാക്കിയുള്ള കേരളത്തിലെ ആദ്യ വനിത സന്ധ്യ. ശ്രാങ്ക് സന്ധ്യ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ മാലിന്യമുക്ത ശുചിത്വ തദ്ദേശ സ്ഥാപനമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് വടകര മുനിസിപ്പാലിറ്റി. അടുത്ത പോയിന്റ് നോക്കാം. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആദ്യ റേഷൻ കട നിലവിൽ വന്നിട്ടുള്ളത് ഇവിടെയാണ്, പുളിമൂടാണ് കേട്ടോ. തിരുവനന്തപുരം ജില്ലയിലെ പുളിമൂടാണ്. അപ്പൊ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ ആദ്യ റേഷൻ കട എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പുളിമൂടാണ്, തിരുവനന്തപുരം. റേഷൻ കടയിൽ പുളിയൊക്കെ കിട്ടുന്നൊക്കെ വെറുതെ ഒന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ പുളിമൂട് തിരുവനന്തപുരം ജില്ലയിലാണ്, തിരുവനന്തപുരം ജില്ലയിൽ. ഇനി കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ നഗരസഭ കട്ടപ്പനയാണ്. കേരളത്തിലെ ആദ്യ വിധവ സൗഹൃദ നഗരസഭ കട്ടപ്പന അല്ലെ. വിധവകൾക്കൊക്കെ നമ്മൾ കട്ട സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ ഓർക്കാം അല്ലെ. കട്ടപ്പന. സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ള നിയോജക മണ്ഡലം കാട്ടാക്കട. സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാകുന്നതിനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചിട്ടുള്ള നിയോജക മണ്ഡലം ഏതാ? കാട്ടാക്കട അല്ലെ. ഇതേപോലെയുള്ള വെതറൊക്കെ ഇങ്ങനെയൊക്കെയാണ് വെതറെങ്കിൽ നമ്മൾ എന്ത് കാട്ടാനാണെന്നൊക്കെ പറയില്ലേ, അങ്ങനെ കാട്ടാക്കട ആയിട്ടൊന്ന് കണക്ട് ചെയ്യാം കേട്ടോ. കാട്ടാക്കടയാണ്, കടയുണ്ട് കേട്ടോ, കാട്ടാക്കട. ഓക്കെ. ഇനി അടുത്ത പോയിന്റ്, കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാടാണ്. തരിശുരഹിതയാണ് അല്ലെ. അപ്പൊ കാട് പോലെയൊക്കെ വന്നു എന്നൊക്കെ നമുക്ക് ഓർക്കാം. അന്തിക്കാടാണ്. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്താണ് അന്തിക്കാട്. തരിശൊന്നുമില്ല, അപ്പൊ കാട് പോലെയൊക്കെ വളർന്നു എന്ന് ഓർക്കാം, അന്തിക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല ഏതാണ്? തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം. ഈ ഹരിത നിറം പച്ച കളറൊക്കെ കരയോട് അടുക്കുമ്പോ വരില്ലേ, അപ്പൊ കരയിൽ ഇങ്ങനെ കുറെ പച്ച കളർ ഉണ്ടെന്നൊക്കെ ഓർക്കാം. കരവാരം കേട്ടോ, കരവാരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ കിളിമാനൂര്. പച്ച കളറിൽ കിളി ഉണ്ടെന്ന് ഓർക്കാം അല്ലെ. പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്താണ്, അത് കിളിമാനൂര് കേട്ടോ. ബ്ലോക്ക് പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് കിളി. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ബസ്സിന്റെ കിളിയായിട്ട് വേണമെങ്കിൽ കണക്ട് ചെയ്യാം അല്ലെ. ബ്ലോക്ക് വരുമ്പോൾ ബസ്സിലെ കിളിയൊക്കെ ആക്റ്റീവ് ആവുന്നൊക്കെ വേണമെങ്കിൽ ഓർക്കാം. അപ്പൊ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂര് കേട്ടോ. ഇനി കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കലാണ്. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ. കേരളത്തിലെ ബാലന്മാർക്ക് ഇങ്ങനെ പുഴയിൽ പോകാനുള്ള ടെൻഡൻസി ഒക്കെ കുറച്ച് കൂടുതലാന്ന് ഓർക്കും. അപ്പൊ പുഴയ്ക്കലാണ് കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കൽ. അപ്പൊ ഒന്നും കൂടെ നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ, സംസ്ഥാനത്ത് ആദ്യമായിട്ട് പ്രാദേശിക കാലാവസ്ഥ വിവരങ്ങൾ ലഭ്യമാക്കുന്നതിനായിട്ട് എല്ലാ പഞ്ചായത്തുകളിലും ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ സ്ഥാപിച്ചുള്ള നിയോജക മണ്ഡലം കാട്ടാക്കട്. കേരളത്തിലെ ആദ്യ തരിശുരഹിത ബ്ലോക്ക് പഞ്ചായത്ത് അന്തിക്കാട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ജില്ല തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ ഹരിത സമൃദ്ധി ഗ്രാമപഞ്ചായത്ത് കരവാരം. കരവാരം. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ പച്ചത്തുരുത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഏതാ? കിളിമാനൂര്. പച്ചത്തുരുത്ത് ബ്ലോക്കാണ്, ബ്ലോക്ക് പഞ്ചായത്ത് കിളിമാനൂര്. അപ്പൊ ബ്ലോക്കിൽ കിളി ആക്റ്റീവ് ആവുന്ന ഓർക്കാം, ബസ്സിലെ കിളി. അതേപോലെ തന്നെ പച്ച കളറിൽ നമ്മുടെ തത്ത പോലെയൊക്കെ ഓർക്കുക കേട്ടോ, കിളിയായിട്ട്. മറ്റേ കിളിയായിട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. കേരളത്തിലെ ആദ്യ ബാലസൗഹൃദ ബ്ലോക്ക് പഞ്ചായത്ത് പുഴയ്ക്കലാണ്. ഇനി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ മെറൈൻ ആംബുലൻസ് സർവീസ് പ്രതീക്ഷയാണ്. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ മെറൈൻ ആംബുലൻസ് അല്ലെ, എല്ലാവരുടെ ഒരു പ്രതീക്ഷയാണല്ലോ. അപ്പൊ പ്രതീക്ഷ ഓർത്തു വെക്കുക കേട്ടോ. പ്രഥമ ദേശീയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടിയാണ് കേട്ടോ. മീനങ്ങാടി വയനാട് ജില്ലയിലാണ്. അപ്പോ ദേശീയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം നേടിയുള്ള, കാർബൺ ന്യൂട്രൽ കേട്ടോ, വിശേഷ പുരസ്കാരം നേടിയുള്ള കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അത് മീനങ്ങാടി വയനാട് ജില്ലയിൽ. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറയാണ്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് കേട്ടോ, ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ ഓർത്തു വെക്കണേ, ചക്കിട്ടപ്പാറ. ഇതൊക്കെ ജസ്റ്റ് ഒന്ന് കേട്ടുപോയാൽ മതി, നിങ്ങളുടെ മൈലിൽ നിന്നോളും ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? പിരപ്പൻകോട്, തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അത് എവിടെയാണ്? പിരപ്പൻകോട്. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് പള്ളിച്ചലാണ്, തിരുവനന്തപുരത്തെ പള്ളിച്ചൽ. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരത അല്ലെ, സാക്ഷരതയ്ക്കൊക്കെ മുമ്പ് നമ്മൾ പള്ളിയിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ചിട്ടൊക്കെ പോയെന്നൊക്കെ ഓർക്കാം. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്
എന്താ പള്ളിച്ചലാണ് കേട്ടോ. ഏതാണ്? പള്ളിച്ചൽ, തിരുവനന്തപുരത്ത്. പോയിന്റ്സ് ഒന്നും കൂടെ നോക്കാം. ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ ആദ്യ മറൈൻ ആംബുലൻസ് സർവീസ് പ്രതീക്ഷയാണ്. പ്രഥമ ദേശീയ കാർബൺ ന്യൂട്രൽ വിശേഷ പുരസ്കാരം നേടിയ കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് മീനങ്ങാടി, വയനാട്. കേരളത്തിലെ ആദ്യത്തെ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്ന സ്ഥലം കോഴിക്കോട് ജില്ലയിലെ ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് പിരപ്പൻകോട്, തിരുവനന്തപുരം, പിരപ്പൻകോട്. കേരളത്തിലെ ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് പള്ളിച്ചലാണ്, തിരുവനന്തപുരം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്. ഇന്ത്യയിൽ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടുള്ളത് കൊല്ലം ജില്ലയാണ് കേട്ടോ. ഇന്ത്യയിൽ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ ജില്ല കേട്ടോ, ഭക്ഷ്യസുരക്ഷാ ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കൊല്ലം ജില്ലയാണ്, കൊല്ലം ജില്ലയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം ഏതാ? കുന്നന്താനം. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം, അല്ലെ? ഒരു കുന്നിന്റെ മുകളിലൊക്കെ നിന്നിട്ട് യോഗ ചെയ്യണതായിട്ടൊക്കെ ഒന്ന് അസ്യൂം ചെയ്യുക. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗ ഗ്രാമം ചോദിക്കുകയാണെങ്കിൽ അത് കുന്നന്താനം. കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്, അല്ലെ? നൂറുകണക്കിന് പക്ഷി ഉണ്ടെന്നൊക്കെ ഓർക്കാം. ഇപ്പൊ കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്, നൂറനാട്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളമാണ് കേട്ടോ. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ലയാണ് അത്, എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരിയാണ്. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. നമ്മുടെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ ഈ ബാലന്മാരൊക്കെ ഇങ്ങനെ കൗതുകത്തോടൊക്കെ നോക്കുന്ന ഓർക്കാം കേട്ടോ. ശിശുക്കളല്ല, ബാലന്മാർ നോക്കുന്ന ഓർക്കാം. ഓക്കെ, കുറച്ചും കൂടെ ഒന്ന് ഏജ് ആയി കഴിയുമ്പോൾ അല്ലെ അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഒക്കെ കിട്ടും. അപ്പൊ ബാലന്മാരാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ സ്കൂൾ നഗരം കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യത്തെ, അപ്പൊ ശിശു വരുമ്പോ കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല ചോദിക്കുകയാണെങ്കിൽ എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരം ചോദിക്കുകയാണെങ്കിൽ അത് കൊച്ചിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ ആണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂരാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം. അപ്പൊ നമ്മുടെ നേത്രം എന്ന് പറയുന്നത് ചെറിയൊരു കുളം പോലെയാണെന്നൊക്കെ ഒന്ന് സങ്കല്പിക്കുക, അല്ലെ? നമ്മുടെ കണ്ണിന്റെ ഷേപ്പ് ഒക്കെ ഒരു ചെറിയൊരു കുളം പോലെ. ചെറുകുളത്തൂർ, കോഴിക്കോട് ജില്ലയിൽ കേട്ടോ, ചെറുകുളത്തൂർ. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാ? വയനാടാണ്. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാട്. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് മടിക്കൈയാണ്. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് മടിക്കൈ. ആരും മടിക്കാണ്ട് തന്നെ രക്തദാനം ഒക്കെ കൊടുക്കണം എന്നൊക്കെ ഓർക്കാം, അല്ലെ? രക്തദാനം ചെയ്യണം എന്ന് ഓർക്കാം കേട്ടോ. അപ്പൊ ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് മടിക്കൈയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പോയിന്റ്സുകൾ ഒന്നും കൂടെ നോക്കാം. എന്തൊക്കെയാ നമ്മൾ പറഞ്ഞ? കേരളത്തിലെ പക്ഷി ഗ്രാമം എന്നറിയപ്പെടുന്ന നൂറനാടാണ്. നൂറുകണക്കിന് പക്ഷിയുണ്ടെന്ന് ഓർക്കാം. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ ജില്ല എറണാകുളം. കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹാർദ്ദ സ്കൂൾ നഗരം ചോദിക്കുകയാണെങ്കിൽ അത് കൊച്ചിയാണ്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം ചെറുകുളത്തൂർ, കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ. ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല നമ്മുടെ വയനാട് ജില്ല. ആദ്യത്തെ സമ്പൂർണ്ണ രക്തദാന ഗ്രാമപഞ്ചായത്ത് ചോദിക്കുകയാണെങ്കിൽ അത് മടിക്കൈയാണ്. ഓക്കെ, ഇനി നിങ്ങൾക്കായിട്ടുള്ള ചോദ്യമാണ്, കേരളത്തിലെ ആദ്യത്തെ ലിഫ്റ്റ് ബ്രിഡ്ജ് എവിടെയാണ് നിലവിൽ വരുന്നത്? ഓക്കെ, എല്ലാവരും കമന്റ് ചെയ്യുക. അതേപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടെ കമന്റ് ചെയ്യുക. ഇതേപോലെയുള്ള ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ വേണമെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട, നോട്ടിഫിക്കേഷൻ ഓളും കൊടുക്കാൻ മറക്കണ്ട കേട്ടോ.